ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ ഉടമ്പടിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് വ്യാപാരം ഏകദേശം $24 ബില്യൺ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. വിവിധ വ്യാപാര നിക്ഷേപ സംബന്ധമായ വിഷയങ്ങളിൽ ക്രിയാത്മകമായ ചർച്ചകൾ നടന്നതായി മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര വ്യോമയാന രംഗത്തുണ്ടാകുന്ന തിരക്കു പരിഗണിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വേനൽക്കാല സമയപട്ടികയിൽ മാറ്റം വരുത്തി. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന സർവീസുകൾക്ക് പുറമെ കൊച്ചിയിൽ നിന്ന് കൂടുതൽ സർവീസുകൾ നടത്തും. മാർച്ച് 31 പ്രാബല്യത്തിൽ വന്ന വേനൽക്കാല സമയക്രമത്തിൽ പ്രതിവാരം 1628 സർവീസുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും 60ഓളം സർവീസുകളാണ് വർദ്ധിപ്പിച്ചത്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ജോലി സമയത്തിൽ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ ഹൈറേഞ്ച് മേഖലയിലെ തൊഴിലാളികൾക്കും ബാധകമായിരിക്കുമെന്ന് ലേബർ കമ്മീഷണർ. സംസ്ഥാനത്ത് മെയ് 15 വരെ ഏർപ്പെടുത്തിയ തൊഴിൽ സമയ ക്രമീകരണങ്ങളിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരമുള്ള പ്രദേശങ്ങളെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് നിലവിൽ അനുഭവപ്പെടുന്ന ഉഷ്ണതരംഗത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് എല്ലാ തൊഴിലാളികൾക്കും ഉത്തരവ് ബാധകമായിരിക്കുമെന്ന് കമ്മീഷണർ അറിയിച്ചു. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി സന്ദീപിനെ ഈ മാസം 8 നേരിട്ട് ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. പ്രതിക്കെതിരെയുള്ള കുറ്റപത്രത്തിൽ ശനിയാഴ്ച വാദം കേൾക്കാൻ കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി PN വിനോദ് ഉത്തരവായിരുന്നു. 2023 മെയ് 10 കേസിനാസ്പദമായ സംഭവം നടന്നത്.